ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐഫോൺ SE3 എന്ന് പറയുന്ന മോഡലാണ്. കംപ്ലയിൻ്റ് എന്ന് പറയുന്ന സമയത്ത് സാധനം ഡെഡായിട്ട് വന്നതാണ്. യൂസിങ് ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഡെഡായി പോയി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് സാധനം വന്നത്. അങ്ങനെ അയച്ചു നോക്കുന്ന സമയത്ത് സെറ്റിൽ യാതൊരുവിധ സർവീസോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. പക്ഷേ DC കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് സാധനം ഫുള്ളി ഷോർട്ടാണ്. അതായത് ഡയറക്റ്റ് കണക്ട് ചെയ്തപ്പം ഫുൾ ഷോർട്ടായിട്ട് ബസർ അടിയാണ് ചെയ്യുന്നത്. ഷീറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് എന്നിട്ട് ഷോട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് VDD മെയിലാണ് ഷോട്ട്. പക്ഷേ അവിടെ ഒന്ന് റോസിനും കാര്യങ്ങളും ഇട്ടിട്ട് നമുക്ക് ഷോട്ട് കിട്ടിയില്ല. പിന്നെ നമ്മൾ CPൻ്റെ അടുത്തുള്ള ആ ഒരു ഭാഗത്ത് ഹീറ്റ് ആവുന്ന കണ്ടിട്ട് അവിടുത്തെ ഷീൽഡ് ഓപ്പൺ ചെയ്ത സമയത്ത് അവിടുത്തെ ഒരു കൂട്ടി IC നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന മേലുള്ള ഈ ഒരു IC ആണ് സംഭവം. എന്നിട്ട് നമ്മൾ അതിൻ്റെ അടുത്തുള്ള കപ്പാസിറ്റർ കാര്യങ്ങൾ ഷോട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിന് ഷോട്ട് ഉണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ റോസിനിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ചെറിയൊരു കപ്പാസിറ്ററും ചൂടാകുന്നുണ്ട്, ആ ഓഡിയോ ICയും ചൂടാകുന്നുണ്ട്. നേരെ കപ്പാസിറ്റർ റിമൂവ് ചെയ്തു, എന്നിട്ടും ഷോട്ട് പോയില്ല. കൺഫേം ചെയ്യാൻ വേണ്ടി ഓഡിയോ IC എടുത്ത് പുറത്ത് വെച്ചപ്പം സാധനം എന്തായി ഷോട്ട് ഒഴിവായി. എന്നിട്ട് പുതിയ ഓഡിയോ IC കാര്യങ്ങൾ റീഫിക്സ് ചെയ്ത് ഷോർട്ടായ കപ്പാസിറ്ററും കാര്യങ്ങളോടെ മാറ്റി എന്നതിന് ശേഷം സെറ്റ് ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് സാധനം ഫുള്ളി വർക്കായിട്ടുണ്ട്, സെറ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചാർജിങ് ടൈമിലൊന്നുമല്ല, യൂസിങ് ടൈമിലാണ് ഡെഡ് ആയത്. ചില ആൾക്ക് ചാർജിങ് ടൈമിൽ ഡെഡ് ആവാറുണ്ട്. അതിപ്പോൾ പിന്നെ ഓരോ ടൈപ്പാണ്, ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. പലതും പല രീതിയിലും ഡെഡ് ആവും. മനുഷ്യന്മാരെ പോലെ തന്നെയാണ് സംഭവം. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും സാധനം ഫുള്ളി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഐഫോൺ ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഏത് മോഡലാണെങ്കിലും എന്ത് കംപ്ലയിൻ്റ് ആയിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ താഴെയുണ്ട്, അല്ലെങ്കിൽ ബയോയിലുണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഇതുപോലെ കുടുങ്ങി നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.